മുലപ്പാലും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് രാജ്യത്ത് അനുവദനീയമല്ലെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അമ്മയുടെ പാൽ വിൽക്കുന്നത് ഇന്ത്യയിൽ അനുവദനീയമല്ലെന്നും അത്തരം കച്ചവടങ്ങൾ അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശം ലംഘിക്കപ്പെട്ടാൽ 2006 ഫെസായി നിയമപ്രകാരമുള്ള കർശനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അതോറിറ്റി താക്കീത് നൽകി. മുലപ്പാലിന്റെ വാണിജ്യവൽക്കരണം അരുതാത്തതാണ്. മുലപ്പാലിന്റെ വാണിജ്യവൽക്കരണം സംബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ പാൽ പ്രോസസ് ചെയ്യുന്നതും വിൽക്കുന്നതും നിയമം അനുവദിക്കുന്നില്ല. ഫെസായി പുറത്തിറക്കിയ നിർദ്ദേശം വ്യക്തമാക്കി. ഇത്തരം ബിസിനസ് സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകരുതെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്കും ഫെസായി നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രങ്ങളിലെയും ലൈസൻസിംഗ് അധികാരികൾ ഇത്തരം ബിസിനസ്സുകൾക്ക് ലൈസൻസ് നൽകരുത്. അതേസമയം മനുഷ്യരുടെ പാൽ സൗജന്യമായി മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അനുവദനീയമാണ്, വിൽക്കരുതെന്ന് മാത്രം. കോംപ്രഹെൻസീവ് ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്ററുകളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പാൽ കൊടുക്കുന്നത് സ്വമേധയാ ആയിരിക്കണമെന്നും ഫെസായി വ്യക്തമാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുലപ്പാലില്ലാത്ത അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്കായി കേരളത്തിൽ പ്രത്യേക സംവിധാനമുണ്ട്. കോഴിക്കോട് മുലപ്പാൽ ബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ പാൽ ദാനം ചെയ്യാവുന്നതാണ്. ഇവിടെ 4-5 പേരിൽ നിന്ന് ശേഖരിച്ച പാൽ ഒന്നിച്ചു ചേർത്ത് 60 ഡിഗ്രി സെന്റിഗ്രേഡിൽ പാസ്ചറൈസ് ചെയ്യും. ഈ പാൽ സൂക്ഷിക്കാനായി പ്രത്യേകം സജ്ജീകരിച്ച ഒരു മുറിയും ആവശ്യത്തിന് ഫ്രിഡ്ജും ഡീപ് ഫ്രീസറും മറ്റും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ മുലപ്പാൽ ലഭ്യമല്ലാത്ത നിരവധി പിഞ്ചോമനകൾക്ക് അമ്മ മധുരം നുണയാൻ അവസരമൊരുക്കിയാണ് മുലപ്പാൽ ബാങ്ക് വന്നിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുലപ്പാൽ ബാങ്കിൽ ഇതുവരെ 1400-ലധികം അമ്മമാരാണ് സ്വന്തം കുഞ്ഞിനെന്ന പോലെ മുലപ്പാൽ ദാനം ചെയ്തത്. സ്വന്തം കുഞ്ഞിന് അസുഖം കാരണം മുലപ്പാൽ കുടിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള അമ്മമാർക്കും മുലപ്പാൽ ദാനം ചെയ്യാം. ഇതേ ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ അമ്മമാരും ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന മുലയൂട്ടുന്ന അമ്മമാരുമാണ് മുലപ്പാൽ ബാങ്കിന്റെ മികവിന്റെ പിന്നിൽ. അമ്മയുടെ രോഗാവസ്ഥ, മരണം, ആവശ്യത്തിന് മുലപ്പാൽ ഉൽപാദനം കുറയുക, പ്രസവം കഴിഞ്ഞ ശേഷം അമ്മയും കുഞ്ഞും വ്യത്യസ്ത ആശുപത്രികളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ എന്നീ സാഹചര്യങ്ങളിൽ പൂർണ്ണമായി അണുമുക്തമാക്കിയ മുലപ്പാൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിനാണ് ഈ സംവിധാനം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആദ്യത്തെ മുലപ്പാൽ ബാങ്കാണ് കോഴിക്കോട് മാതൃശിശു കേന്ദ്രത്തിൽ സ്ഥാപിച്ചത്. 2021 സെപ്റ്റംബറിൽ തുടങ്ങിയ മുലപ്പാൽ ബാങ്ക് ഇതുവരെ 18,013 കുഞ്ഞുങ്ങൾക്കാണ് പാൽ നൽകിയത്. സ്വന്തം അമ്മയുടെ പാൽ ലഭ്യമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അടുത്തതായി നൽകാവുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് ഹ്യൂമൻ ഡോണർ മിൽക്ക്. ഫ്രീസറിനുള്ളിൽ പാൽ മാസങ്ങളോളം സൂക്ഷിക്കാനാകും. പരിശോധനകൾ പൂർത്തിയായ ശേഷം മാത്രമാണ് പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ 2021 ഫെബ്രുവരി 6-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.